കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ടോക്കിയോ റിവെഞ്ചസിന്റെ ചാപ്റ്റേഴ്സ് ആയുള്ള 190, 91, 92 ആണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സീസൺ 3 വരെ ആനിമി കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് ഇതിനു മുമ്പിട്ട 2 വീഡിയോസ് കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണാൻ. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ടോക്കിയോ റിവെഞ്ചസിന് വേണ്ടി മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ സീരീസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ വീഡിയോക്ക് എനിക്ക് മാക്സിമം ലൈക്കും മാക്സിമം ഷെയറും തന്നെ കേട്ടോ. എങ്കിലേ നമുക്ക് വീഡിയോക്കൊക്കെ ഒരു പവർ ആയിട്ട് എല്ലാ ദിവസവും ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടോക്കിയോ റിവെഞ്ചസിന്റെ കട്ട ഫാൻസുകാർക്ക് ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്ക്. എന്തായാലും ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് 2006 മാർച്ച് 15 കാണിക്കുന്നത്. അവിടെ ആരോ ഒരാൾ എന്തൊരു പെട്ടി കുഴിച്ചിടുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ മൈക്കി ആയിരുന്നു. മൈക്കിനും കത്തി എല്ലാവരും അവിടെ തന്നെ നിൽപ്പുണ്ട്, ഒരു മരത്തിന്റെ ചോട്ടിൽ. പിന്നെ ഒരാഴ്ച മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. കാര്യം ഈ തൊമാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പിരിച്ചുവിടുന്നു ആരും ഓർത്തില്ലല്ലോ. അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. താക്കേമിച്ചി, ഇനി നീ എന്ത് ചെയ്യും? എന്തായാലും തൊമാന്റെ കാര്യം ഇന്നത്തോട് തീർന്നു. അതുമാത്രമല്ല, കിസാക്കിയും ഈ ലോകത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. എന്തായാലും ഇനി നിനക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരിയാണ്, കിസാക്കി മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാട്ടോ എന്തായാലും ജീവനോടെ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് എന്തായാലും ഫ്യൂച്ചറിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. കാര്യം ആ ഫ്യൂച്ചർ വളരെയധികം ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളൊക്കെ വിട്ടിട്ട് പോകാനും തോന്നുന്നില്ല. പെട്ടെന്നായിരുന്നു നമ്മുടെ ഹക്കായി ഒരു കാര്യം പറഞ്ഞു. ഇത് കേൾക്കാനടുത്ത് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അത് വേറൊന്നും അല്ലായിരുന്നു, നമുക്ക് എന്തായാലും ഈ ഒരു സമയം വളരെയധികം വിലപ്പെട്ടതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ടൈം ക്യാപ്സ്യൂൾ കുഴിച്ചിട്ടാണ്. മൈക്കിക്ക് ഈ ഒരു ഐഡിയ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ടൈം ക്യാപ്സ്യൂലോ അതെന്തായാലും കൊള്ളാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് തന്നെ ഒരു കത്ത് എഴുതിയാൽ കറക്റ്റ് 12 വർഷം കഴിയാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അത് തുറക്കുകയും ചെയ്യാം. എങ്ങനെയാണ് 12 വർഷമോ? അതെന്താണ് അത്ര നീട്ടെ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും സാധനം കഴിക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് റെഡിയാക്കിയാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരാഴ്ച കഴിയാൻ നേരത്ത് നിങ്ങൾ എല്ലാവരും ഒരു ലെറ്റർ എഴുതിക്കൊണ്ടു പോവാ. കാർട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനോട് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അതെല്ലാം ആ ലെറ്ററിന്റെ അകത്ത് വേണം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ആരും മറന്നേക്കില്ല. 12 വർഷം കഴിയാൻ നേരത്ത് ജൂൺ 19 നമ്മൾ എല്ലാവരും ഇവിടെ ഒന്നുകൂടെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൈക്കിനെയും താക്കേമിച്ചിനെയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. മൈക്ക് പറയുന്നുണ്ട്, താക്കേമിച്ചി ഇതപ്പോ ഗുഡ് ബൈ അല്ലേ? എല്ലാവർക്കും അവരുടേതായ ഒരു പ്ലേസ് ഉണ്ട്. പക്ഷെ നിന്റെ പ്ലേസ് ഇതെല്ലാം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇതെല്ലാം കേട്ടിട്ട് താക്കേമിച്ചിക്ക് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. പുള്ളിക്കാരി ഇങ്ങനെ മിണ്ടാ നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ മൈക്ക് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിനക്കൊരു വാക്ക് തരുവാണ്. 12 വർഷം കഴിഞ്ഞ് നമ്മൾ നേരിട്ട് കാണാൻ നീ തൊമാനു ബാക്കിയുള്ള എല്ലാവരും സേഫ് ആയിരിക്കും. അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഇതൊക്കെ കേൾക്കാൻ നേരത്ത് നമ്മുടെ ക്രൈ ബേബിയുടെ കണ്ണിൽ വീണ്ടും കണ്ണുനീര് വരും. അപ്പൊ നമ്മുടെ മൈക്ക് പറയുന്നുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, നീ തിരിച്ചു പോകുന്ന കാര്യം ഓർത്ത് നീ ഫ്യൂച്ചറിലേക്ക് തിരിച്ചു പോകണം താക്കേമിച്ചി. അതാണ് നിന്റെ പ്ലേസ്. അവിടെയാണ് നീ ബിലോങ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹിന നിന്നെ കാത്ത് അവിടെ ഇരിപ്പില്ലേ? സോ നീ നേരെ അങ്ങോട്ട് പോകാൻ നോക്കും. പിന്നെ 2006 തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. മാർച്ച് 16 ചിഫോയായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ സൈക്കിളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ടൈം ലീപ്പ് ചെയ്യാൻ സമയമായി. പക്ഷേ അതിനു മുമ്പ് ഹിനയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും താക്കേമിച്ചിക്ക് മാറ്റുന്നുണ്ട്. താക്കേമിച്ചിയുടെ കയ്യിലാട്ടെ ചെറിയൊരു റിംഗും ഉണ്ട്. ഷിഫുയും താക്കേമിച്ചും കൂടെ ഒരു പാർക്കിൽ നിൽക്കുകയാണ് കേട്ടോ. അവിടേക്ക് നമ്മുടെ ഹിനയും വരുന്നത്. അവളെ കാണുന്നത് തന്നെ താക്കേമിച്ചി നന്നായിട്ട് നെർവസ് ആകുന്നുണ്ട്. എന്നാൽ അവൻ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ താക്കേമിച്ചിയുടെ അവളുടെ തല കുനിച്ച് സോറി ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാനായിരുന്നു എല്ലാം മണ്ടത്തരത്തിലും കാര്യം. നീയാണ് ഏറ്റവും കൂടുതൽ വേദന സഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഒന്ന് മര്യാദ കുറങ്ങിയിട്ട് പോലുമില്ല. കിസാക്കി എന്റെ കൺമുമ്പിൽ നിന്നാണ് മരിച്ചത്. അന്നോട്ട് എനിക്ക് വളരെയധികം പേടിയുണ്ട്. എനിമയുടെ കിസാക്കിയുടെ ഒക്കെ മരണത്തിന്റെ കാര്യം ഞാനാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് താക്കേമിച്ചിക്ക് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. താക്കേമിച്ചി വേറെ ഒന്നും മിണ്ടാതെ നേരെ അവിടെ തിരിച്ചു നടക്കുവാണ്. എന്നിട്ട് ആ ഒരു റിംഗ് കൊണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, എനിക്ക് അത് റിച്ച് ആകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്തിനേക്കാളും എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്നിട്ട് അവളെ കയറി പിടിച്ചിട്ട് താക്കേമിച്ചി കിടന്ന് കാറുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും നീ എന്നെ കെട്ടത്തില്ല. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ കാണും. അതുകൊണ്ട് നീ ഒരിക്കലും കരയേണ്ടി വരത്തില്ല. ഞാൻ നിനക്കൊരു വാക്ക് തരുവാണ്, നീ എന്നെ കെട്ടത്തില്ല. ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ഹിനയുടെ അനിയനായാലും നാട്ടോടേക്ക് കാർ കൊണ്ടുവരുന്നുണ്ട്. എന്ത്, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുക? നീ കിടന്ന് ഒച്ച വെക്കാതറാ, ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യമല്ല, ഞങ്ങൾ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ചിഫുയും പറയുന്നുണ്ട്, എന്റെ താക്കേമിച്ചി നീ അത്ര പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നിന്നെ പെട്ടെന്ന് ഇവിടേക്ക് വിളിച്ചതിൽ എന്നോട് ക്ഷമിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് താക്കേമിച്ചി തന്റെ കൈകൾ ഉയർത്തി. നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആദ്യമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്തത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഹാൻഡ് ഷേക്കും എന്തായാലും ഇവിടെ വെച്ച് തന്നെ ഇരിക്കട്ടെ. നാറ്റോ, നിന്നോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. കാര്യം നീ മാത്രമാണ് എന്നെ വിശ്വസിച്ചത്. ഈ ഒരു മനോഹരമായ ഫ്യൂച്ചർ സമ്മാനിച്ചത് നീ കാരണമാണ്. അതിനർത്ഥം ഞാനും എന്റെ സിസ്റ്ററും ഭാവിയിൽ രക്ഷപ്പെടുമെന്നാണ്. അതെ, അത് തന്നെ. ഹിന, നമുക്ക് എന്തായാലും ഇനി ഫ്യൂച്ചറിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നാറ്റോടെ ഹാൻഡ് പുള്ളിക്കാരൻ കയറി പിടിക്കുന്നുണ്ട്. അത് പിടിച്ച ഉടനെ തന്നെ പുള്ളി നേരെ ഫ്യൂച്ചറിലേക്ക് പോകും. കണ്ണു തുറക്കാൻ നേരത്ത് പുള്ളിക്കാരൻ ഒരു വാഷ്റൂമിന്റെ അടുത്താണുള്ളത്. പുള്ളിക്കാരൻ സന്തോഷം കിടന്ന് ചാടുവാണ്. കാര്യം നാറ്റോ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ നേരത്ത് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷം വരുവാണ്. പുള്ളിക്കാരൻ ഏതൊരു പള്ളിയിലാണുള്ളതെന്ന് മനസ്സിലായി. അത് മാത്രമല്ല പെട്ടെന്ന് ഒരു മണിയുടെ ശബ്ദം കേൾക്കും. അപ്പൊ താക്കേമിച്ചിക്ക് ഭയങ്കര ടെൻഷൻ ആകും. കാര്യം 12 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ താക്കേമിച്ചി വളരെ ടെൻഷൻ
ടെൻഷൻ അടിച്ച് അവിടെ ഓടി പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നടത്ത് പെട്ടെന്ന് ഒരു പെങ്കൊച്ചി അവന്റെ ഫ്രണ്ടിലേക്ക് വരും. അത് നമ്മുടെ ഹിനയായിരിക്കും. എന്റെ താക്കിയമ്മച്ചി, നീ എന്തുവായി കാണിക്കുന്നത്? വെഡിങ് റിസപ്ഷൻ ഇപ്പൊ തുടങ്ങും, ഒന്ന് വേഗം വന്നേ. അവളെ കണ്ടത് അവന്റെ കണ്ണുകൾ പതുക്കെ നിറയാൻ തുടങ്ങുമെന്നുണ്ടെങ്കിൽ അവന്റെ കൈയും പിടിച്ചോണ്ട് അവൾ നേരെ ഓടുവാണ്. എന്ത് പണിയാണ് കാണിക്കുന്നത്? നിന്നെ നൽകി ആ ചെറുക്കൻ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയാമല്ലോ. നീ വന്നാൽ അത് നടക്കത്തുള്ളൂ. താക്കിയമ്മച്ചി, നിനക്ക് മനസ്സിലാവുന്നില്ല, ഇന്ന് ഹയേഷിയുടെ വെഡിങ് ആണ്, ഒന്ന് വേഗം വാന്ന് പറഞ്ഞോട് താക്കിയമ്മച്ചിനെ വലിച്ചോണ്ട് പോകുവാണ്. പക്ഷെ താക്കിയമ്മച്ചിക്ക് ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. താക്കിയമ്മച്ചി അവിടേക്ക് വരാൻ നേരത്ത് പുള്ളിക്കാരൻ കാണുന്നത് നമ്മുടെ ഹയേഷിയുടെ കുഞ്ഞു, അതേപോലെ പുള്ളിക്കാരന്റെ വൈഫും കൂടെ അവിടെ നിൽക്കുന്ന ഒരു സീനാണ്. അവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, താക്കിയമ്മച്ചിയുടെ എല്ലാ കൂട്ടുകാരും അവിടെ തന്നെ നിപ്പുണ്ട്. താക്കിയമ്മച്ചിയുടെ കണ്ണ് ചെറുതായിട്ട് നിറഞ്ഞു പോകും. എല്ലാവരും ഇപ്പോഴും ജീവനോടെ തന്നെയാണ്. അവരെല്ലാവരും ചിരിച്ചും കളിച്ചും സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് താക്കിയമ്മച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു, ഈവൻ ഞാനും ഹാപ്പി ആയിരുന്നു. എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നെങ്കിലും അതിനിടയിൽ എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ തിരയാൻ തോന്നി. പക്ഷെ അയാളെ മാത്രം എനിക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ആരായിരിക്കും താക്കിയമ്മച്ചി ഇപ്പൊ തിരയുന്നത്? അതും പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ 192 ഇവിടെ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ ടോക്കിയോ റിവെഞ്ചേഴ്സിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ സബ് ചെയ്ത് നമ്മളെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരാൻ നോക്ക്.